നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് തടിയുള്ള വല്ല വസ്തുവും പ്രവേശിക്കുക നോമ്പ് മുറിയുന്ന കാര്യമാണ്. വേറെയും കുറെ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഉള്ളിലേക്ക് ഉള്ളെന്ന് പറയുന്ന എന്തെല്ലാം ഉണ്ടോ അതിലേക്ക് വല്ല വസ്തുവും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. അപ്പോ ഭക്ഷണം മാത്രല്ല, ഒരാൾ ചെവിയിൽ എന്തോ സാധനട്ട് തിരിച്ച്, അല്ലെ മൂക്കിലേക്ക് മരുന്നിറ്റിച്ച്, അല്ലെ വായിലേക്ക് മരുന്നിറ്റിച്ച് നോമ്പ് മുറിയും, നോമ്പ് പാത്തിലായി പോകും. കണ്ണിലേക്ക് മരുന്നിറ്റിച്ചാ നോമ്പ് മുറിയില്ല. അത് ചില ആൾക്കാർ ചോദിക്കും, കണ്ണിൽ മരുന്നിറ്റിച്ച് കഴിഞ്ഞാൽ തൊണ്ടേക്ക് അതിന്റെ രുചി ഇറങ്ങല്ലോ, അതൊന്നും കുഴപ്പമില്ല. കാരണം കണ്ണ് എന്നുള്ളത് ഉള്ളു എന്ന് പറയപ്പെട്ട സാധനമല്ല. പിന്നെ പല ആളുകൾക്കുള്ള സംശയമാണ്, ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയോ ഇല്ലേ? നമ്മളെല്ലാ റമദാനിലും ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണെങ്കിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും. മസിലുകളിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയില്ല. പക്ഷെ ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചു, ഞരമ്പ് രക്തം എടുക്കാനാണെങ്കിലും മരുന്ന് കയറ്റാനാണെങ്കിലും ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചാൽ നോമ്പ് മുറിയും എന്ന പക്ഷവും ഉണ്ട്, മുറിയില്ല എന്ന പക്ഷവും ഉണ്ട്. അപ്പൊ സൂക്ഷ്മത എന്താണ്? പകൽ സമയത്ത് ഇഞ്ചക്ഷൻ വെക്കാതിരിക്കുക പറ്റുമെങ്കിൽ. നിർബന്ധ സാഹചര്യമാണെങ്കിൽ മുറിയില്ല എന്ന അഭിപ്രായം വെച്ചുകൊണ്ട് ഇഞ്ചക്ഷൻ വെക്കാവുന്നതാണ്. ഇങ്ങനെ നോമ്പിന്റെ മസാലകളൊക്കെ പഠിച്ച് ശരിയായ രൂപത്തിലുള്ള നോമ്പായിരിക്കണം. ഉമിനീരിറക്കിയാൽ നോമ്പ് മുറിയില്ല, പക്ഷെ കഫം ഇറക്കിയാൽ നോമ്പ് മുറിയും. പക്ഷെ ഉമിനീരിന്റെ കൂടെ മറ്റു നമ്മളെ മോണയിലെ രക്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലർന്നിട്ട് അതിറക്കി കഴിഞ്ഞാൽ നോമ്പ് മുറിയും. ഉമിനീര് പുറത്ത് വന്നിട്ട് ആ ഉമിനീര് വീണ്ടും ഉള്ളിലേക്ക് മടക്കിയാലോ അപ്പോഴും നോമ്പ് മുറിയും. ഇപ്പൊ നമ്മളിങ്ങനെ തുപ്പി സമയത്ത്